ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ ജിസ്ന. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് NPCIയും അതിൻ്റെ പ്രൊഡക്ട്സും. NPCIയുടെ പ്രൊഡക്ട്സൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിതിന് മുമ്പ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. NPCIയുടെ പ്രൊഡക്ട്സ് അല്ല, ഈ പ്രൊഡക്റ്റിൽ തന്നെ കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. NPCI ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ട്സ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളതാണ് NPCI, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതാണ് NPCI എന്ന് പറയുന്നത്, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI is the umbrella organization of all retail payment and settlement system in India. ഇന്ത്യയിലുള്ള റീറ്റെയിൽ പേയ്മെൻറ്റുകളുടെ, അതായത് ചെറിയ പേയ്മെൻറ്റ്, ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ല. അപ്പോൾ റീറ്റെയിൽ പേയ്മെൻറ്റുകളുടെ എല്ലാം അംബ്രല്ല ഓർഗനൈസേഷനായിട്ട് പറയുന്നത് NPCI ആണ്. അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, ഇന്ത്യയിലുള്ള ചെറിയ പേയ്മെൻറ്റുകളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് NPCI. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് RBI ആൻഡ് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു NPCI തുടങ്ങണം എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് എടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷനും കൂടി ചേർന്നിട്ടാണ്. NPCI ഫോം ചെയ്യണമെന്ന് പറഞ്ഞത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷനും കൂടിയിട്ട് ചേർന്നിട്ടാണ്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ എന്ന് നമുക്ക് നോക്കാം. It is an association of Indian banks and financial institution. It was established on 26/9/2008. അപ്പോൾ എന്താണ്, ഇന്ത്യൻ ബാങ്കുകളുടെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കൂടിയിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഇന്ത്യയിലുള്ള ബാങ്കുകളുടെയും മറ്റുള്ള കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ. അത് ഫോം ചെയ്തത് 26/9/2008. 26/9/2008. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷനും കൂടി ചേർന്നിട്ടാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. അപ്പം NPCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സും എവിടെയാണ്? മുംബൈയിൽ തന്നെയാണ്. NPCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സും മുംബൈയിലാണ്. ദെൻ ഇറ്റ് ഈസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല ഇത് ഫോം ചെയ്തിട്ടുള്ളത്, അല്ലേ? ഇറ്റ് വാസ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 25 ഓഫ് കമ്പനീസ് ആക്ട്. അപ്പോൾ ഫോം ചെയ്ത സമയത്ത് ഇത് രജിസ്റ്റർ ചെയ്തത് കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ്. അതായത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 25 പ്രകാരമാണ് NPCI ഫോം ചെയ്തത്. കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 25 പ്രകാരമാണ് NPCI ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ആണ്, അല്ലേ? അപ്പോൾ കമ്പനീസ് ആക്ട് 2013 ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 8 അതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, ഇനീഷ്യലി NPCI വാസ് പ്രൊമോട്ടഡ് ബൈ 10 പ്രൊമോട്ടേഴ്സ് ബാങ്ക്. അത് ആദ്യം പ്രൊമോട്ട് ചെയ്തിരുന്നത് 10 പ്രൊമോട്ടേഴ്സ് ബാങ്ക് കൂടിയിട്ടാണ് നമ്മുടെ NPCI ഫോം ചെയ്ത സമയത്ത് അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ആ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, HDFC ബാങ്ക്, സിറ്റി ബാങ്ക് ആൻഡ് HSBC ബാങ്ക്. ഈ രണ്ട് ബാങ്കുകളുടെയും പ്രത്യേകത എന്താ? ഇത് രണ്ടും ഫോറിൻ ബാങ്കുകളാണ്. ICICI ബാങ്ക്, HDFC ബാങ്ക് എന്നിവ എന്താണ്? പ്രൈവറ്റ് ബാങ്കുകളാണ്. അപ്പോൾ പലതരം ബാങ്കുകളുടെ ഒരു കൂടിച്ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ NPCI, അതായത് 2008 ഫോം ചെയ്തിട്ടുള്ള NPCI. അപ്പോൾ NPCIയുടെ കുറച്ച് പ്രൊഡക്ട്സിൻ്റെ പേര് NFS, AEPS, റുപ്പേ കാർഡ്, USSD, ഭീം, BBPS, IMPS, UPI, NETC, NACH, റുപ്പേ കാർഡ്, QR കോഡ്, ഇതെല്ലാം NPCIയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്ട്സും എന്തൊക്കെയാണ്, NPCIയുടെ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ആദ്യം വരുന്നതാണ് NFS, നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ആണ് NFS എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ NFS എന്ന് നോക്കാം. നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച്, ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATM. നമ്മുടെ രാജ്യത്തിലുള്ള ATMകളെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ശൃംഖല എന്ന് തന്നെ നമുക്ക് പറയാം. എന്ത്? NFSനെ പറ്റിയിട്ട്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATM. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ ATMകളെയും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഏത് ബാങ്കിൻ്റെ കാർഡ് യൂസ് ചെയ്തിട്ടും ഏത് ബാങ്കിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലേ. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ IDRBT ഇൻ 2004. നമ്മുടെ NFS വന്നത് 2004, പക്ഷേ നമ്മുടെ NPCI എന്ന് വന്നത് 2008. അപ്പോൾ എങ്ങനെയത് NFS NPCIയുടെ പ്രൊഡക്റ്റ് ആവണേ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ NFS ഡെവലപ്പ് ചെയ്തതേ NPCI അല്ല, അത് ഡെവലപ്പ് ചെയ്ത ആരാ? IDRBT ആണ്. എന്താണ് IDRBT എന്ന് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജിയാണ് IDRBT എന്ന് പറയുന്നത്. അപ്പം IDRBT ആണ് 2004 എന്ത് ഫോം ചെയ്തത്? NFS ഫോം ചെയ്തത്. ഓക്കെ, അത് ഹൈദരാബാദിലാണ് IDRBT ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് ദ എയിം ഓഫ് ഇൻ്റർ കണക്ടിങ് വേരിയസ് ATMs ഇൻ ഇന്ത്യ. അപ്പോൾ IDRBT ഇത് ഫോം ചെയ്തതും ഇതേ ഉദ്ദേശത്തിൽ തന്നെയാണ്, നമ്മുടെ രാജ്യത്തിലുള്ള പല ATMകളെല്ലാം ഇൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യാസ് ATM നെറ്റ്വർക്ക്. ഇന്ത്യയുടെ ATM നെറ്റ്വർക്കുകളുടെ ഒരു ബാക്ക് ബോൺ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. NPCI was handed over operation of NFS from IDRBT on December 2009. IDRBTയിൽ നിന്നും NPCIയിലേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്തത് 2009. അപ്പോൾ 2004 അത് ഫോം ചെയ്തു എന്നുണ്ടെങ്കിലും 2009 IDRBTയിൽ നിന്നും NPCIയിലേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്തത്. നൗ ഇറ്റ് ഈസ് അണ്ടർ NPCI. ഇപ്പോൾ അത് NPCIയുടെ അണ്ടറിലുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതാണ് NFS എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ AEPS. AEPS എന്ന് പറയുമ്പോൾ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം ആണ് AEPS, ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2016. ആധാർ എനേബിൾഡ്, അപ്പോൾ വാക്കിൽ തന്നെ നമുക്ക് എന്തുണ്ട്? ആധാർ വെച്ചിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ ആണ് എന്ത്? AEPS. ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് മൈക്രോ ATM. നമ്മൾ NFS എന്താ പറഞ്ഞത്? ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATM. ഇത് പറയണത് ഒരു മൈക്രോ ATMകളുടെ ഒരു നെറ്റ്വർക്കാണ് AEPS എന്ന് പറയുന്നത്. നോക്കാം. ഇറ്റ് ഇസ് എ പേയ്മെൻറ്റ് സിസ്റ്റം വിച്ച് യൂസസ് ആധാർ കാർഡ് നമ്പർ and an individual's online UID authentication which are linked to a customer's bank account. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് ആധാർ വെരിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന അവരുടെ ഫിംഗർ പ്രിൻറ്റോ ഐ സ്കാനേഴ്സോ വെച്ചിട്ട് ബാങ്കിങ് അതായത് ഒന്നുകിൽ അവരുടെ ആധാർ കാർഡ് നമ്പർ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആധാർ കാർഡിന് വെച്ച് ആധാർ കാർഡ് റെറ്റിന ഐ സ്കാനർ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നുള്ളതാണ് AEPSൻ്റെ പ്രത്യേകത, ആധാർ കാർഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, with this the customer can access his account through business correspondence or bank mitra outlet. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് വേണ്ട? ബാങ്കുകളിലേക്ക് പോകണമെന്നില്ല. ചിലപ്പോൾ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കുകളിലേക്ക് പോയിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് എല്ലാം അവരുടെ ഈ ആധാർ കാർഡ് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാങ്ക് തന്നെ വേണമെന്നില്ല, ബിസിനസ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ബാങ്ക് മിത്ര എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അവരുടെ അടുത്ത് പോയിട്ട് ഈ മൈക്രോ ATMകളിൽ കൂടെ പൈസ ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നുള്ളതാണ് AEPSൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ പരിധിയുണ്ട്. മാക്സിമം വിഡ്രോവൽ ലിമിറ്റ് 10,000 രൂപയാണ്. ഒരു ട്രാൻസാക്ഷന് 10,000 രൂപ വരെ ചെയ്യാം ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് റുപ്പേ കാർഡ്. റുപ്പേ കാർഡ് എന്താണ്? റുപ്പേ ആൻഡ് പേയ്മെൻറ്റ്, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്
റുപ്പേ കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ഡൊമസ്റ്റിക് കാർഡ് സ്കീം ലോഞ്ച്ഡ് ബൈ NPCI. ഇപ്പോൾ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ളൊരു കാർഡ്, ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കാർഡ് വേണം. നമ്മൾ യൂസ് ചെയ്തിരുന്ന മാസ്റ്റർ കാർഡ്, വിസ കാർഡ് സംഭവങ്ങളെല്ലാം ഇന്ത്യയുടെ സ്വന്തം അല്ല, അത് വേറെ രാജ്യത്തിൻ്റെ നമ്മൾ കട എടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മൾ മറ്റൊരാളുടെ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? അതിനുള്ള ചാർജ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഇന്ത്യയിലായാലും നമ്മൾ എന്താ ചെയ്യണത്? മറ്റു രാജ്യത്തു നിന്നാണ് ഈ മാസ്റ്റർ കാർഡും വിസ കാർഡൊക്കെ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇത്രയും ആൾക്കാരത് യൂസ് ചെയ്യുമ്പോൾ എത്രയോ പൈസയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരിക. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ടൊരു കാർഡ് ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? നമ്മുടെ റുപ്പേ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഡൊമസ്റ്റിക് കാർഡാണത് കേട്ടോ. അപ്പോൾ റുപ്പിയുടെയും പേയ്മെൻറ്റിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് റുപ്പേ കാർഡ്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് 26/3/2012 26/3/2012 ഇത് ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തത് 8/5/2020 ഇത് ഡെഡിക്കേറ്റ് ചെയ്തത്. 8/5/2014 8/5/2014 ഇത് ഡെഡിക്കേറ്റ് ചെയ്തത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റുപ്പേ കാർഡ് ഈസ് ടു റെഡ്യൂസ് ഓവറോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഫോർ ദി ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ബാങ്കുകളിലെ ട്രാൻസാക്ഷൻസ് കോസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ പുറത്തുള്ള രാജ്യത്ത് നമ്മൾ യൂസ് ചെയ്യണില്ല അല്ലേ, അപ്പോൾ പകുതി പൈസ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? റുപ്പേ കാർഡുകൾ, സർവീസ് ചാർജും മറ്റുള്ളതും കുറയ്ക്കുക എന്നുള്ളതാണ് റുപ്പേ കാർഡുകളുടെ പ്രത്യേകത. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇലക്ട്രോണിക് പേയ്മെന്റ് അറ്റ് ഓൾ ഇന്ത്യൻ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, BBPS അടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ NPCI in 2013. ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2013. അപ്പോൾ ഇതെന്താണ് ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം? അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടായിരിക്കും വന്നത്? ഇന്ത്യയിലുള്ള എല്ലാ ബില്ലുകളും, ഇതിൽ ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ ബില്ലുകളും ഇത് ത്രൂ അടയ്ക്കാം. BBSൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ കൺസേൺഡ് ഓഫീസിലോ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ബില്ലുകളെല്ലാം അടയ്ക്കാം എന്നുള്ളതാണ് BBPSൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് കൊണ്ടുവന്നത് 2013. ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം. ഇന്ത്യയിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റമാണ് BBPS. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ ബിൽസ്. എല്ലാ ബില്ലുകൾക്കും കൂടി ഒരു സ്റ്റോപ്പ്, എല്ലാ ബില്ലുകൾക്കും കൂടിയിട്ട് ഒന്ന് മതി, അതാണ് BBPS. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് ബിൽ പേയ്മെൻറ്റ്സ്. പല പല ബില്ലുകളുടെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? BBPS യൂസ് ചെയ്യാം. G. Padmanabhan Committee recommended this. റെക്കമെൻഡ് ചെയ്തത് ഇന്ത്യയിൽ ഇത് റെക്കമെൻഡ് ചെയ്തത് G. Padmanabhan Committee ആണ് കേട്ടോ. G. Padmanabhan Committee. ഇറ്റ് ഓൾസോ ഇൻ്റഗ്രേറ്റ്സ് UPI വഴിയല്ലേ നമ്മൾ പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നേ. ഓക്കെ, ഓൺ August 2022 RBI allowed BBPS cross border inward billing facility for NRI. അപ്പോൾ NRIസിന് നമ്മുടെ പുറം രാജ്യത്തിൽ ഇരുന്നു കൊണ്ടും ഇന്ത്യയിലുള്ള ബില്ലുകൾ അടയ്ക്കാം എന്നുള്ള നിലവിൽ വന്നത് 2022. അത് ആക്റ്റീവ് ആയത് 2022 സെപ്റ്റംബർ 20. അത് ക്രോസ് ബോർഡർ ഇൻവേർഡ് ഫെസിലിറ്റി കൊണ്ടുവന്നത് August 6 ആണ് കേട്ടോ. ക്രോസ് ബോർഡർ ഇൻവേർഡ് ബില്ലിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിലുള്ള ബില്ല് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ മാത്രമേ അടയ്ക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഈ ക്രോസ് ബോർഡർ ഇൻവേർഡ് ബില്ലിംഗ് ഫെസിലിറ്റി വന്നതോടുകൂടി നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ പുറത്താണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ബില്ലുകൾ അടയ്ക്കാം എന്നുള്ളതാണ് ക്രോസ് ബോർഡർ ഇൻവേർഡ് ബില്ലിംഗ് ഫെസിലിറ്റിയുടെ പ്രത്യേകത. ഓക്കെ, ദെൻ BBPSൻ്റെ മറ്റൊരു പുതിയതായിട്ട് വന്ന സംഭവമാണ് ഭാരത് കണക്ട്. BBPSൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? ഭാരത് കണക്ട് എന്നാണ്. ഭാരത് കണക്ട്. അപ്പോൾ BBPSൻ്റെ ഇപ്പോഴത്തെ പേര് ഭാരത് കണക്ട് എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഭാരത് കണക്ട്
നമ്മൾ നിങ്ങളുടെ GPayയിലൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഭാരത് കണക്ട് എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടാവുക. ആ പേര് മാറ്റിയത് സെപ്റ്റംബർ 17, 2024 സെപ്റ്റംബർ 17, 2024 BBPSൻ്റെ പേര് മാറ്റി ഭാരത് കണക്ട് എന്നാക്കി മാറ്റിയത്. ഓക്കെ, ദെൻ അടുത്തൊരു പ്രൊഡക്റ്റാണ് ഭീം, ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഭാരത് ഇൻ്റർഫേസ് ഫോർ മണിയാണ് ഭീം. ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ മൊബൈൽ പേയ്മെൻറ്റ് ആപ്പ് ദാറ്റ് എനേബിൾസ് സിമ്പിൾ, ഈസി ആൻഡ് ക്വിക്ക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ. ഇന്ത്യയുടെ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വന്തം മൊബൈൽ പേയ്മെൻറ്റ് ആപ്പാണ് എന്ത് ഭീം എന്ന് പറയുന്നത്. It is an Indian mobile payment app that enables simple, easy and quick payment transaction. It was launched by NPCI in December 30, 2016. 2016 ഡിസംബർ 30 ഭീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ഡോക്ടർ ഭീംറാവു അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഇതിന് ഭീം എന്നുള്ള പേര് വെച്ചത് കേട്ടോ. പിന്നെ ഇതിൽ ഭീമിൽ 20 ലാംഗ്വേജസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 20 ഇന്ത്യൻ ലാംഗ്വേജുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭീമിൽ 20 ഇന്ത്യൻ ലാംഗ്വേജുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉണ്ട്. 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് കേട്ടോ. ഭീമിൽ 1 ലക്ഷം രൂപ. യൂസർ ക്യാൻ സെൻഡ് ഓർ റിസീവ് ത്രൂ VPA. VPA എന്ന് പറഞ്ഞാൽ എന്താ? വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് വഴിയാണ് നമുക്ക് പൈസ അയക്കുന്നതും റിസീവ് ചെയ്യുന്നതും. ദെൻ നെക്സ്റ്റ് വണ്ണാണ് USSD. എന്താണ്? അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ. ദാറ്റ് ഈസ് USSD, അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് ഡാറ്റ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റിയാണ്. പക്ഷേ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷനോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണോ ഇല്ലാത്ത സാധാരണ കീപാഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ബാങ്കിങ് ഫെസിലിറ്റി അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് NPCI ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് USSD. അപ്പോൾ യൂസ് മൊബൈൽ ബാങ്കിങ് വിത്തൗട്ട് സ്മാർട്ട് ഫോൺ ഓർ ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. അപ്പോൾ ഇതുവഴി എന്താണ്? നമുക്ക് സ്മാർട്ട് ഫോണും വേണ്ട, ഇൻ്റർനെറ്റ് കണക്ഷനും വേണ്ട. അതില്ലാണ്ട് നമ്മൾ UPI 1, 2, 3 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് തന്നെയാണത് സംഭവം. ഓക്കെ, കൺസ്യൂമേഴ്സ് ക്യാൻ യൂസ് *99#. UPIയുടെ ക്ലാസ് മിസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാം. അതിൽ UPIയുടെ മൊത്തം കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് UPI ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാം? *99# എന്നുള്ള കോഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മൊബൈൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒരു ദിവസം 5000 രൂപയാണ്. ഒരു മാസം 50,000, ഒരു മാസമല്ല ഒരു വർഷം 50,000 രൂപയാണ് ഇവിടെ ട്രാൻസാക്ഷൻ പരിധി വരുന്നത്. അപ്പോൾ ഇവിടെ USSDയിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. USSN ഉണ്ട്, USSR ഉണ്ട്. USSN എന്ന് പറയുമ്പോൾ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് നോട്ടിഫൈ ആണ്. അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് നോട്ടിഫൈ ആണ് USSN. ഇവിടെ നമുക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രമേ വരുള്ളൂ. നമുക്ക് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും കോഡ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ദെൻ USSR എന്ന് പറയുമ്പോൾ അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് റെസ്പോൺസ് ആണ്. അൺസ്ട്രക്ചേർഡ് സപ്ലിമെൻ്ററി സർവീസ് റെസ്പോൺസ് ആണ്. അവിടെ നമുക്ക് തിരിച്ച് റെസ്പോൺസും കൊടുക്കാം എന്നുള്ളതാണ് USSRൻ്റെ പ്രത്യേകത. ഓക്കെ, ദ നെക്സ്റ്റ് വൺ NACH. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. NACH is a centralized system developed by the National Payment Corporation of India. ഓക്കെ, അപ്പോൾ NACH ഡെവലപ്പ് ചെയ്തത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ടു ഫെസിലിറ്റേറ്റ് ബൾക്ക് ഓട്ടോമേറ്റഡ് പേയ്മെൻറ്റ്സ്. വലിയ വലിയ ട്രാൻസാക്ഷൻസ് അതായത് ഓരോ മാസവും അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവായിട്ട് വരുന്ന ബൾക്ക് ട്രാൻസാക്ഷൻസ് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മാസവും ഇനീഷ്യേറ്റ് ചെയ്യാതെ ബാങ്കിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും ബാങ്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്രെഡിറ്റ് ചെയ്യുകയോ ഡെബിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ഫെസിലിറ്റീനെ പറയുന്ന പേരാണ് NACH അല്ലെങ്കിൽ NACH എന്ന് പറയും. ഓക്കെ, മെനി റിപ്പീറ്റേറ്റീവ് പേയ്മെൻറ്റ്സ് ലൈക്ക് ലോൺ, EMIs ആൻഡ് യൂട്ടിലിറ്റി ബിൽസ്
ക്യാൻ ബി ഓട്ടോമേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് NACH. അപ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാം. എന്താണ്, ലോണിൻ്റെ EMI അടയ്ക്കാം, ബില്ലുകൾ അടയ്ക്കാം, ഇതെല്ലാം നമുക്ക് എന്ത് വഴി, NACH വഴി ചെയ്യാവുന്നതാണ്. Automation of recurring payments means the amount will be auto debited from a customer's account if NACH is activated. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ മാസവും റെൻ്റ് അടയ്ക്കണം. എല്ലാ മാസവും നമ്മൾ അവിടെ പോയി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ മാസവും അതെടുത്ത് ട്രാൻസ്ഫർ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അല്ലേ? ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓട്ടോമേഷൻ ഓൺ ആക്കിയിട്ട് ഇത് ചെയ്തു, നമ്മൾ ബാങ്കിൽ പോയിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് നമ്മളവിടെ പറയാം, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ചെയ്യാം അല്ലേ? അപ്പോൾ എല്ലാ മാസവും കറക്റ്റായിട്ട് ഇന്ന ദിവസം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്രെഡിറ്റ് ആവാനാണെങ്കിലും ക്രെഡിറ്റ് ആയിക്കോളും, ഡെബിറ്റ് ചെയ്യാനാണെങ്കിൽ ഡെബിറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് NACH എന്ന് പറയുന്നത്. This system makes payment convenient and reduces the time involved in making manual payments for every bill generated. അപ്പോൾ എല്ലാ മാസവും നമ്മൾ പോയി ചെയ്യേണ്ട ആവശ്യമില്ല, മറവി ഒഴിവാക്കാം, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് NACH വഴി ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ NACH എന്ന് പറയുന്നത് NACH ഡെബിറ്റ് ഉണ്ട്, NACH ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് NACH ഡെബിറ്റ് എന്ന് നോക്കാം. NACH ഡെബിറ്റ് ഈസ് യൂസ്ഡ് ടു കളക്ട് വേരിയസ് പേയ്മെൻറ്റ്സ് സച്ച് ആസ് ഇൻഷുറൻസ് പ്രീമിയംസ്, ലോൺ EMI, ബിൽ പേയ്മെൻറ്റ്സ് എക്സെട്ര. അപ്പോൾ NACH ഡെബിറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റായി പോകാൻ, ദാറ്റ് ഈസ് ഇപ്പോൾ പ്രീമിയം അടയ്ക്കുക, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക, ലോൺ അടയ്ക്കുക, EMI അടയ്ക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടോ, ബില്ലുകൾ അടയ്ക്കുക. അപ്പോൾ എല്ലാ മാസവും നമുക്ക് റെൻ്റ് അടയ്ക്കണം, അല്ലെങ്കിൽ എല്ലാ മാസവും വാട്ടർ ബില്ല് അല്ലെങ്കിൽ കറണ്ട് ബില്ല്, ഇതെല്ലാം കറണ്ട് ബില്ലെല്ലാം 2 മാസം കൂടുമ്പോഴാണ്, പക്ഷെ അതെല്ലാം കറക്റ്റായിട്ട് ടൈം പീരീഡ് വരുന്നതാണ് അല്ലേ? ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, NACH വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനെ നമ്മൾ NACH ഡെബിറ്റ് എന്നാണ് പറയുന്നത്. കണ്ടോ, ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് ബാങ്ക്സ് റിസീവ് പീരീഡ് പേയ്മെൻറ്റ്സ് ഫ്രം ലാർജ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ത്രൂ ദിസ് ഫെസിലിറ്റി. അപ്പോൾ NACH ഡെബിറ്റ് ഇതാണ്. ദെൻ NACH ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് NACH ഫെസിലിറ്റി ഈസ് യൂസ്ഡ് ബൈ ലാർജ് കോർപ്പറേഷൻസ് ടു സെൻഡ് മണി ടു എ പൂൾ ഓഫ് ബെനിഫിഷ്യറീസ്. അപ്പോൾ ഇത് NACH ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പനികളോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇപ്പോൾ സബ്സിഡി അല്ലെങ്കിൽ പെൻഷൻ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കാനുള്ള അവസ്ഥ തന്നെയാണ് NACH ക്രെഡിറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ലാർജ് കോർപ്പറേഷൻ ടു സെൻഡ് മണി, പൈസ അയച്ചു കൊടുക്കണം. കണ്ടോ, ഫോർ എക്സാമ്പിൾ എ കോർപ്പറേറ്റ് എൻറ്റിറ്റി യൂസ് NACH ക്രെഡിറ്റ് ടു പേ സാലറി കൊടുക്കുക, ഡിവിഡൻഡ് കൊടുക്കുക, എല്ലാ മാസവും കൊടുക്കുക, അതേപോലെ തന്നെ പെൻഷൻ കൊടുക്കുക, സബ്സിഡി കൊടുക്കുക, ഇതെല്ലാം വരുന്നത് NACH ക്രെഡിറ്റിലാണ്. NACH made applicable on all days of the week with effect from August 1st, 2021. ഇപ്പോൾ NACH ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ സമയത്തൊന്നും എന്താ പറയുക, ഹോളിഡേയ്സിലൊന്നും അത് അപ്ലിക്കബിൾ ആയിരുന്നില്ല. ആഴ്ചയിൽ എല്ലാ ദിവസവും അപ്ലിക്കബിളായി തുടങ്ങിയത് August 1, 2021 മുതലാണ് എല്ലാ ദിവസവും NACH അപ്ലിക്കബിളായിട്ട് തുടങ്ങിയത് കേട്ടോ. The next one, UPI, Unified Payment Interface. It was introduced in 2016 April 11. April 11, 2016 UPI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഇമ്മീഡിയറ്റ് റിയൽ ടൈം പേയ്മെൻ്റ് ആണ്. ദെൻ നമുക്ക് മൊബൈൽ ടു മൊബൈലാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ UPIയുടെ മറ്റൊരു പ്രത്യേകത എന്താ, പേയ്മെൻറ്റ് ക്യാൻ ബി ഡൺ ത്രൂ മൊബൈൽ നമ്പർ VPA. പേയ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് അടയ്ക്കുക, മൊബൈൽ നമ്പർ വെർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് ഉപയോഗിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ QR കോഡ് യൂസ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ UPI ID യൂസ് ചെയ്തിട്ടാണ് UPIയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് UPI ATM ലോഞ്ച് ചെയ്തത് ഹിറ്റാച്ചി പേയ്മെൻറ്റ്സ് ആണ്. UPI അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, UPIയുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. UPIയുടെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. പക്ഷെ അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, അത് ഡിപ്പെൻസ് ആണ്, പല കാര്യങ്ങൾക്കും അത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് UPIയുടെ ക്ലാസ്സിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദെൻ മറ്റൊരു പ്രൊഡക്റ്റാണ് IMPS, ഇമ്മീഡിയറ്റ്
പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് IMPS എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ 2010 November 22. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് 2010 November 22. ഇത് യൂസ് ചെയ്യുന്നത് NFS വഴിയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സ് ക്യാൻ സെൻഡ് ഫണ്ട് യൂസിങ് MMID. അപ്പോൾ IMPSൽ ഫണ്ട് അയക്കുന്നത് MMID വെച്ചിട്ടാണ്. മൊബൈൽ മണി ഐഡൻറ്റിഫയർ ആണ് MMID എന്ന് പറയുന്നത്. മൊബൈൽ മണി ഐഡൻറ്റിഫയർ ആണ് MMID. ഇതൊരു 7 ഡിജിറ്റ് നമ്പറാണ്. 7 ഡിജിറ്റ് നമ്പറാണ് MMID എന്ന് പറയുന്നത്, മൊബൈൽ മണി ഐഡൻറ്റിഫയർ. ഇൻ കേസ് ഓഫ് ഫെയിൽഡ് പേയ്മെൻറ്റ്സ് ഇൻ IMPS ആൻഡ് നോ ഫണ്ട്സ് റിട്ടേൺ. അപ്പോൾ IMPS എന്ന് പറയുമ്പോൾ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മൊബൈൽ ടു മൊബൈലോ അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ പൈസ അയച്ചു, ഫെയിലായി എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അയച്ച പൈസ നമ്മൾ പോയില്ല, കസ്റ്റമേഴ്സിനാണെങ്കിൽ ഒറിജിനേറ്റിംഗ് കസ്റ്റമറിന് അത് തിരിച്ച് കിട്ടിയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലയബിൾ ടു പെനാൽറ്റി. അപ്പോൾ കസ്റ്റമറിന് ഓരോ ദിവസത്തേക്ക് 100 രൂപ വെച്ചിട്ട് പെനാൽറ്റി കൊടുക്കേണ്ടതുണ്ട്. ദെൻ ചാർജസ് വരുന്നത് 2 രൂപ 50 പൈസ മുതൽ 25 രൂപ വരെ മാത്രമേ ഇതിൻ്റെ സർവീസ് ചാർജായിട്ട് ഈടാക്കാറുള്ളൂ കേട്ടോ. ദെൻ ഇൻവേർഡ് റെമിറ്റൻസ്, അതായത് അയക്കുന്ന ആൾക്ക് ചാർജ് കൊടുക്കണം, പക്ഷേ ആരുടെ അക്കൗണ്ടിലേക്കാണോ വരുന്നത് അതിനെയാണല്ലോ നമ്മൾ ഇൻവേർഡ് റെമിറ്റൻസ് എന്ന് പറയുന്നത്, അതിന് ചാർജൊന്നും ഈടാക്കാറില്ല. ദെൻ IMPSന് 3 ഓപ്ഷൻസ്, അതായത് IMPS വഴി ഫണ്ട് അയക്കുമ്പോൾ 3 ഓപ്ഷൻസ് ആണുള്ളത്. ബൈ യൂസിങ് MMID ആൻഡ് മൊബൈൽ നമ്പർ. ഒന്ന് പറയണത് ഒന്നുകിൽ മൊബൈൽ നമ്പറും MMIDയും വെച്ചിട്ട് ഫണ്ട് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ IFSC കോഡും അക്കൗണ്ട് നമ്പറും വെച്ചിട്ട് ഫണ്ട് അയക്കാം, അല്ലെങ്കിൽ ബൈ യൂസിങ് ആധാർ നമ്പർ. ഈ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഫണ്ട് അയക്കാനുള്ള മെത്തേഡ്. എന്താണ്? MMID, മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ IFSC. ഇത് കോംബോ ആണ് കേട്ടോ. MMID മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ IFSC കോഡും അക്കൗണ്ട് നമ്പറും, അല്ലെങ്കിൽ ആധാർ നമ്പർ. ഈ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് എന്തിലുള്ളത്? IMPSൽ. ഓക്കെ. ദെൻ NACH, നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ, ദാറ്റ് ഈസ് NETC. NACH അല്ല, NETC, നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ, ദാറ്റ് ഈസ് NETC. അതായത് നമ്മുടെ രാജ്യത്തിലുള്ള ടോള്, മൊത്തം രാജ്യത്തിലുള്ള ടോളുകളെ ഇപ്പോൾ ടോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണ ടോളിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഭയങ്കര ക്യൂ ആയിരിക്കും. അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് വണ്ടി നിർത്തി പേയ്മെൻ്റ് അടച്ച് അവിടെ എന്താ പറയുക, അതിൻ്റെ ചില്ലറ ഇല്ലാണ്ട് തല്ലായില്ലേ. അവിടെ ടോളിലൊക്കെ എപ്പോഴും തല്ല് നടക്കണ സംഭവമാണ്, ചില്ലറ ഇല്ല പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഹോൺ അടിക്കലും ബിസി ഇല്ലേ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ NETC വഴിയുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫാസ്റ്റാഗ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഈ ഫാസ്റ്റാഗിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് NETC ആണ്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ ഇൻ ഓൾ ടോൾ പ്ലാസാസ് യൂസിങ് ഫാസ്റ്റാഗ്. അപ്പോൾ എല്ലാ ഫാസ്റ്റാഗിൻ്റെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് NETCയിലാണ്. അപ്പോൾ ഫാസ്റ്റാഗ് ഈസ് ആൻ RFID passive tag used for making toll payments directly from the customer's linked prepaid or savings current account. അപ്പോൾ ഫാസ്റ്റാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ പ്രീവിയസ്ലി അവിടെ ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകുന്ന ഒരു സംഭവമാണ് NETCയുടെ ഫാസ്റ്റാഗ്. അപ്പോൾ ഇറ്റ് അലൗസ് ഡ്രൈവേഴ്സ് ടു മേക്ക് ടോൾ പേയ്മെൻറ്റ്സ് when the vehicle is on motion. അപ്പോൾ എന്താണ്, എല്ലാ ടോൾ പേയ്മെൻറ്റുകളും എന്നാൽ നമുക്ക് വണ്ടി മൂവ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി നിർത്താതെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് തന്നെ നടന്നോളും, വിത്തൗട്ട് സ്റ്റോപ്പിംഗ് അറ്റ് ദ ടോൾ പ്ലാസാസ് ബൈ സേവിങ് ഫ്യൂവൽ ആൻഡ് ടൈം. അപ്പോൾ നമുക്ക് ഓരോ ടോൾ പ്ലാസയിലും നിർത്താതെ തന്നെ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകുന്ന ഒരു സിസ്റ്റമാണ് NETC എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ QR കോഡ്, ക്വിക്ക് റെസ്പോൺസ് കോഡ്. QR കോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ് അല്ലേ. നമ്മുടെ ഫോണിൽ ഇത് എടുത്തത് ഇങ്ങനെ വെറുതെ ഒന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് പൈസ പോകുന്ന ഒരു സംഭവമാണ് QR കോഡ്. ക്വിക്ക് റെസ്പോൺസ് കോഡാണ് QR കോഡ് അല്ലേ. ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ. QR കോഡ് ഷോർട്ട് ഫോർ ക്വിക്ക് റെസ്പോൺസ് കോഡ്.
അപ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് 2-dimensional matrix barcode invented in 1994. അപ്പോൾ QR കോഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻവെൻറ്റ് ചെയ്തത് 1994 നമ്മുടെ QR കോഡ് നിലവിൽ വന്നത്. അപ്പോൾ ഒരു 2-dimensional matrix barcode-ആണിത്. 2-dimensional matrix barcode-ആണ് നമ്മുടെ QR കോഡ് എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1994 അത് ഇൻവെൻറ്റ് ചെയ്തത് കേട്ടോ, ബൈ മസാഹിറോ ഹര. മസാഹിറോ ഹര എന്ന് പറയുന്ന പേര് കേട്ടാൽ തന്നെ അറിയാം, ഒരു ജപ്പാനീസ് ആണത് അല്ലേ. ജപ്പാനീസ് കമ്പനി ഡെൻസോ വേവ് ഫോർ ലേബലിംഗ് ഓട്ടോമൊബൈൽ പാർട്സ്. അപ്പോൾ ഈ QR കോഡ് ആദ്യം കൊണ്ടുവന്നത് പൈസയുടെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടൊന്നും അല്ല, ഈ ഓട്ടോമൊബൈൽ കമ്പനിയാണിത്. അപ്പോൾ ഇവിടുത്തെ ഓട്ടോമൊബൈൽ പാർട്സിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് QR കോഡ് കൊണ്ടുവന്നത്. ഓക്കെ, എന്നാണ് മസാഹിറോ ഹര. അപ്പോൾ പിന്നീടാണ് ഇപ്പോൾ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് ഇപ്പോൾ കല്യാണങ്ങളുടെ ആഘോഷങ്ങൾക്കും ഈവൻ സിമെട്രിയിൽ വരെ QR കോഡ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അല്ലേ. അത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഡേറ്റും മരിച്ച ദിവസവും എന്ത് കാരണം കൊണ്ടാണ് മരിച്ചത്, ഡീറ്റെയിൽസ്, ഫാമിലി ഡീറ്റെയിൽസ് മൊത്തം അറിയും. QR കോഡ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല അല്ലേ. അപ്പോൾ ഇറ്റ് ഫീച്ചേഴ്സ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്ക്വയേഴ്സ് വിത്തിൻ എ സ്ക്വയർ ഗ്രിഡ് featuring fiducial markers on the corners, readable by imaging devices like camera etc. അപ്പോൾ ക്യാമറ എല്ലാം യൂസ് ചെയ്ത് വെറുതെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴേക്കും ക്യുക്ക്, അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചത്, ക്യുക്ക് റെസ്പോൺസ് കോഡ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ NPCയുടെ പ്രൊഡക്ട്സ്. അപ്പോൾ NPCയുടെ പ്രൊഡക്ട്സിൽ നിങ്ങൾ നോക്കാനുള്ളത് കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ട്. ആദ്യം തന്നെ അതിൻ്റെ വർഷങ്ങൾ നോക്കി വയ്ക്കുക, ദെൻ എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് നോക്കുക, അതാണ് മെയിനായിട്ട് നോക്കാനുള്ളത് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ NPCയുടെ പ്രൊഡക്ട്സ്. ഓക്കെ, താങ്ക് യു.